മാത്സ് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഇതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം, എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്നല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഷോർട്ട് കട്ട്സ് ആണ് നോക്കി നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട്സ് എങ്ങനെയെങ്കിലും പഠിച്ചു വെച്ചിരുന്നാൽ എന്താണ്, നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം അല്ലേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈപ്പ് ആൻഡ് സിസ്റ്റേൺ അല്ലെങ്കിൽ വർക്ക് ആൻഡ് ടൈം മിക്സഡ് ആയിട്ടാണ് നോക്കുന്നത്. അതിൻ്റെ ചില ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യന് ഷോർട്ട് കട്ടായി യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കൺവെൻഷണൽ ആയിട്ടുള്ള ഓൾഡ് മെത്തേഡ് യൂസ് ചെയ്യുന്ന കാട്ടിയും ഈ മെത്തേഡ്സ് യൂസ് ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. A and B have to do 1/13/15th part of a work together and B and C have to do 11/20th part of the work together. If the difference between the wages of A and C is rupees 7,600, the total wages of A, B and C. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണ്? എയും ബിയും കൂടി 13/15 പാർട്ട് ഓഫ് ദ വർക്ക് ടോട്ടൽ വർക്ക് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 15 ഭാഗമാണ് ടോട്ടൽ വർക്ക്, അതിൻ്റെ 13 ഭാഗം ആരാ ചെയ്തത്? എയും ബിയും കൂടെ ചേർന്ന്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് ബി എന്ന് പറയുന്നത് 13. അപ്പോൾ A പ്ലസ് ബി പ്ലസ് സി ടുഗെദർ എന്ന് വെച്ചാൽ മൊത്തം പേരും ചെയ്ത വർക്കിൻ്റെ 13 ഭാഗം വർക്കും എയും ബിയും ആണ് ചെയ്തതെന്നാണ് ആദ്യത്തെ അർത്ഥം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ. ബി ആൻഡ് സി ഹാവ് ടു ഡു 11/20th പാർട്ട് ഓഫ് ദ വർക്ക് ടുഗെദർ എന്ന് പറഞ്ഞാൽ ബിയും സിയും കൂടി എന്ന് വെച്ചാൽ മൊത്തത്തിൽ എയും ബിയും സിയും കൂടി 20 പാർട്ട് വർക്കാണ് ചെയ്തത്. അതിൻ്റെ 11 ഭാഗവും ആരാണ് ചെയ്തത്? ബിയും സിയും കൂടെയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ എഴുതുന്നേ? ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 11/20 ആണ്. ഇനി ഒന്ന് നോക്കിക്കേ, നമ്മുടെ പറഞ്ഞേക്കുന്ന ടോട്ടൽ വേജസ് കണ്ടുപിടിക്കാനാണ് എൻ്റെയും സിൻ്റെയും വേജസിൻ്റെ ഡിഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് നോക്കിക്കേ, എ പ്ലസ് ബി പ്ലസ് സി ഇവിടെ 15 യൂണിറ്റ് ചെയ്തു, ഇവിടെ 20 യൂണിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്തോ ചെയ്യാം, ഈ എ പ്ലസ് ബി പ്ലസ് സിനെ കോമൺ ആയിട്ടുള്ള ഒരു മൾട്ടിപ്പിളിലോട്ട് അങ്ങ് മാറ്റുക എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വർക്കാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ 15 15ഉം 20 ഒന്ന് ആലോചിച്ച് നോക്കിയേ, 60ലോട്ടാക്കുന്നതല്ലേ നല്ലത്. അതാകുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 60 ഭാഗമാണ്. അപ്പോൾ അതിന് നമുക്ക് ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 15ൻ്റെ 60ൻ്റെ LC എടുത്താലും മതി. അപ്പോൾ 60 നമുക്ക് കിട്ടും. 60 അല്ലേ? അപ്പോൾ ഇൻറ്റു ഇവിടെ 60 കിട്ടാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 4, ഇവിടെ ഇൻറ്റു 4, ഇവിടെ എന്താണ്? ഇൻറ്റു 3, ഇവിടെ ഇൻറ്റു 3, 33 എന്ന് കിട്ടും. ഇവിടെ 60 എന്ന് കിട്ടും. ഇവിടെ എന്താ കിട്ടുന്നത്? 52 അല്ലേ? 52 എന്ന് കിട്ടും. ഇവിടെ 60 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഓരോരുത്തരെയും വാല്യൂ അങ്ങ് കണ്ടുപിടിക്കണം. കാരണം നമുക്ക് വേജസ് ഇപ്പം ഈ വേജസ് പൈസ കൊടുക്കുന്ന എപ്പോഴും എങ്ങനെയാണ്? ചെയ്യുന്ന വർക്കിനനുസരിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എയും ബിയും കൂടെ നമ്മൾ പറഞ്ഞ 52 യൂണിറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഈ 52 യൂണിറ്റ് വർക്കിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഓരോരുത്തരും ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസി എത്ര വാട്ട് വർക്ക് അവർ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എയും ബിയും കൂടെയാണ് 52 ചെയ്തത്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി 60 ചെയ്തു. അപ്പോൾ സി ചെയ്ത വർക്ക് എത്രയാണ്? 60 - 52, 8 യൂണിറ്റ് വർക്കല്ലേ സി ചെയ്തത് അല്ലേ? 8 പാർട്ട് വർക്ക് സി ചെയ്തു. ഇനി സീര കിട്ടി, ഇനി ഏരെയും കൂടെ കിട്ടിയെങ്കിൽ ആ ഡിഫറൻസ് നമുക്ക് 7600 ആണെന്ന് പറയാം. അപ്പോൾ ഇനി ഏര കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ ബി പ്ലസ് സി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കേ. ബി പ്ലസ് സി ആണ് 33. അങ്ങനെയാണെങ്കിൽ ബി പ്ലസ് സി 33ഉം എ പ്ലസ് ബി പ്ലസ് സി 60ഉം. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസമല്ലേ എ ചെയ്ത വർക്ക് എന്ന് നോക്കി. ബി പ്ലസ് സി എന്ന് പറയുന്നത് 33ആണ്. അപ്പോൾ എ പ്ലസ് 33 ആണ് 60. അങ്ങനെയാണെങ്കിൽ എ ചെയ്ത യൂണിറ്റ് എത്രയാണ്? 60. 33 മൈനസ് ചെയ്യുമ്പോൾ 27 അല്ലേ കിട്ടുന്നത്. അപ്പോൾ എയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 27 യൂണിറ്റാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ എക്ക് 27 വേജസും 27 തന്നെയാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 19 അല്ലേ? 19 യൂണിറ്റാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഈ 19 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന സാലറിയും ചെയ്യുന്ന ജോലിയും ഈക്വൽ ആണ്.
അപ്പോൾ 19 യൂണിറ്റ് സാലറിയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ഈ 7000 മേലോട്ട് എഴുതാം, ചിലപ്പോൾ കാണത്തില്ലല്ലോ. 7600 എന്ന് പറയുന്നതാണ് 19 യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വേജസ് അല്ലേ ചോദിച്ചേക്കുന്നത്? എയുടെയും ബിയുടെയും സിയുടെയും ടോട്ടലാണ് ചോദിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ടോട്ടൽ 60 അല്ലേ, 60 യൂണിറ്റ് അല്ലേ മൊത്തം പേർക്കും കിട്ടുന്നത്. അപ്പോൾ എന്തോ ചെയ്യണം? 19 ഇൻറ്റു എത്രയാണ് ലാസ്റ്റ് 6 വരുന്നത് എപ്പോഴാണെന്ന് നോക്കണം. 4 വെച്ച് ചെയ്യുമ്പോഴല്ലേ ലാസ്റ്റ് 6 വരുന്നേ തന്നെ. 56ആണ് വരുന്നത്, 4 അല്ല, 4 3 വെച്ച് തന്നെ 76 തന്നെയാണ്. അപ്പോൾ 19 ഇൻറ്റു 4 76 വരുന്നത്. ഈ 9 ഇതും കൂടെ കട്ട് ചെയ്തു, ഇവിടെ 4 400 ഇൻറ്റു 60 എത്രയാണ്? 24,000 രൂപയാണ് ഇവർക്ക് 3 പേർക്കും കൂടെ കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നമ്മൾ ഷോർട്ട് കട്ടാണ് ഈ പറയുന്നത്. ഷോർട്ട് കട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാണോ ഷോർട്ട് കട്ട് എന്ന് തോന്നും. പക്ഷേ നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് സോൾവ് ചെയ്യുമ്പോൾ ഇതൊന്നും അഡീഷണൽ ആയിട്ട് ഒരുപാട് സ്റ്റെപ്പ് വരും. അപ്പോൾ നമ്മൾ ഇതൊന്ന് പഠിച്ച് വെച്ചേക്കാം. ആദ്യം 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒന്ന് തെറ്റും, പിന്നെ അതങ്ങ് മനസ്സിലാവും ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നേ, ഇതിങ്ങനെയാണ് വരേണ്ടത്, എല്ലാം മനസ്സിലാവും. അപ്പോൾ നോക്കിക്കേ, A+B = 13 ആണ് എന്ന് പറഞ്ഞാൽ ഈ തന്നേക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? 13/15 എന്ന് പറഞ്ഞാൽ 15 പാർട്ട് വർക്കുണ്ട്. അതിൽ 13 പാർട്ടും എയും ബിയും കൂടെയാണ് ചെയ്യുന്നത്. മൊത്തം A+B+C ചെയ്യുന്ന വർക്ക് 15 ആണ്, 13 പാർട്ട് ഇവരാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് 13/15 ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇനി B+C ചെയ്യുന്ന വർക്കാണ് 11. ടോട്ടൽ 20 പാർട്ട് വർക്ക് ചെയ്യുന്ന A+B+C ചെയ്യുന്നുണ്ട്. അതിൽ 11 പാർട്ടും ആരാ ചെയ്യുന്നത്? B+C ആണ് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ 60, ഇതിനെയും 15നെയും 20നെയും നമ്മൾ 60ലോട്ടാക്കാൻ നോക്കുവാണ്. കാരണം എല്ലാവരുടെയും വർക്ക് സെയിം ആക്കാൻ നോക്കുവാണ്. A+B+C ഇവിടെയും 60 ആക്കണം, ഇവിടെ 60 ആക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം A+B+C ഇവിടെ വേറൊരു ഡിജിറ്റ് ഇവിടെ വേറൊരു ഡിജിറ്റും ചെയ്താൽ പാടല്ലേ. സാധാരണ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യുന്ന കേസ് തന്നെയാണ്. നമ്മൾ റേഷ്യോസ് എപ്പോഴും സെയിം ആക്കാൻ നോക്കത്തില്ലേ. ഇവിടെ ഒരു സെയിം വാല്യൂ വന്നു, ഇവിടെ സെയിം വാല്യൂ വരുവാണെങ്കിൽ നമ്മൾ അത് സെയിം ആക്കാൻ നോക്കത്തില്ലേ. അപ്പോൾ എന്താണ്, അങ്ങനെ 60ലോട്ടാക്കി. 60ലോട്ടാക്കിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വലി ഓരോരുത്തരും ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ സിമ്പിളാണ്. A+B+C 60 ആണെങ്കിൽ A+B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 52 കിട്ടി. 52+C ആണ് 60. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ 8 ആണ്. 8 യൂണിറ്റ് ആണ് സി ചെയ്യുന്നത്. അതേപോലെ നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിച്ച് ഇനി തന്നേക്കുന്ന ഇവർ തമ്മിലുള്ള സാലറിയുടെ വ്യത്യാസമാണ്, വേജസിൻ്റെ വ്യത്യാസമാണ് തന്നേക്കുന്നത്. ആ 19 യൂണിറ്റാണ് 7600 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 60 യൂണിറ്റിൻ്റെ കണ്ടുപിടിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൈപ്പ് A, B and C can fill a tank in 15, 20 and 15, 30 and 40 hours respectively. Pipes A, B and C are opened at 6 AM, 8 AM, 10 AM respectively on the same day. When will the tank be full? എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. 3 പൈപ്പ് ഉണ്ട്, എയും ബിയും സിയും. A 15 അവർ കൊണ്ട് ടാങ്ക് നിറയ്ക്കും, ബി 30 അവർ കൊണ്ട് റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ അത് എയുടെ വാല്യൂ ഉണ്ട് 15, ബിയുടെ വാല്യൂ 30 അവർ, സിയുടെ വാല്യൂ 40 അവർ. അങ്ങനെ പിന്നെ നമ്മൾ തന്നിരിക്കുന്നത് എന്തുവാണ്? എയും ബിയും സിയും ഓപ്പൺ ചെയ്യുന്ന സമയങ്ങളും തന്നിട്ടുണ്ട്. എ ആണെങ്കിൽ 6 മണിക്ക് ഓപ്പൺ ചെയ്തു, പിന്നെ ഒരു 2 മണിക്കൂർ എ മാത്രമാണ് വർക്ക് ചെയ്തത്. പിന്നെ 8 മണിയായപ്പോൾ എന്തിട്ടു? ബിയും കൂടെ ഓപ്പൺ ചെയ്തു. ബി ഓപ്പൺ ചെയ്ത് പിന്നെ ഒരു 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 10 മണിക്കാണ് സീനെ ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ വെൻ വിൽ ദ ടാങ്ക് ബി ഫുൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്? എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ 15 അവർ, 30 അവർ, 40 അവർ. ഇതിൻ്റെയൊക്കെ LC എത്ര വരും? 15ൻ്റെ 30ൻ്റെ 40ൻ്റെ LC എത്ര? 120. ചെയ്ത് നോക്കിയാൽ 120 വരുന്നത്. അപ്പോൾ 120. അപ്പോൾ 120 ആണെങ്കിൽ എ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 8 യൂണിറ്റ് വർക്കാണ് എ ചെയ്യുന്നത്. അതേപോലെ ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 4 അല്ലേ? അതേപോലെ സിയുടെ ആണെങ്കിൽ 3 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. 6 AM, 8 AM, 10 AM. 6 AM തൊട്ട് 8 AM വരെ ആരാണ് വർക്ക് ചെയ്തത്?
എ അല്ലേ വർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റ് നിറച്ചു? 2 മണിക്കൂർ ഉണ്ടായിരുന്നു, 2 അവർ ഉണ്ടായിരുന്നു. അപ്പോൾ 2 × 8 ചെയ്യണം. 8 യൂണിറ്റ് ആണ് 1 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് എത്ര? 16 നിറച്ചു. ഇനി 8 നിന്ന് 10 വരെ ആരൊക്കെ ഉണ്ടായിരുന്നു? എയും ഉണ്ടായിരുന്നു, ബിയും ഉണ്ടായിരുന്നു. 8 മണിയായപ്പോൾ ബീനെയും കൂടെ തുറന്നു. അപ്പോൾ 8 തൊട്ട് 10 വരെ എയും ഉണ്ട്, ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി, എയുടെ വാല്യൂ എത്രയാണ്? 8 യൂണിറ്റ്, ബിയുടെ വാല്യൂ 4. അപ്പോൾ 12 ഇൻറ്റു ഇവിടെ 2 മണിക്കൂറല്ലേ ഉള്ളത്, 2 അവർ. അപ്പോൾ 2 24. ഇനി 10-നാണ് സി ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് ആരുണ്ട്? എ പ്ലസ് ബി പ്ലസ് സി ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വരെ എത്ര നിറച്ചു? 16 + 24 ഇവിടെ നിറച്ചത്. 16 + 24 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 40 അല്ലേ കിട്ടുന്നത്? 40 കിട്ടും. ഇനി ചെയ്യേണ്ട എന്താണ്? ഈ 40 ഇനി നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി നിറയ്ക്കുന്ന എത്ര യൂണിറ്റ് ആണ്? 120 നിന്ന് 40 കുറയ്ക്കണം. കാരണം ഓൾറെഡി 40 നിറഞ്ഞു, ബാക്കി 80 അല്ലേ ഉള്ളു. 80 യൂണിറ്റ് ആണ് എ പ്ലസ് ബി പ്ലസ് സി നിറയ്ക്കുന്നത്. എ പ്ലസ് ബി പ്ലസ് സി എത്ര യൂണിറ്റ് ആണ് 1 മണിക്കൂർ കൊണ്ട് നിറയ്ക്കുന്നത്? 8 + 4 12, 12 + 3 15. ഇത്രയും യൂണിറ്റ് ആണ് നിറയ്ക്കുന്നത്. എത്ര സമയം എടുക്കുമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 80 യൂണിറ്റ് ഡിവൈഡ് ബൈ 15 യൂണിറ്റ്. 80 ആണ് ടോട്ടൽ വർക്ക്. അതിനെ ഡിവൈഡ് ബൈ 15 ചെയ്യുമ്പോൾ ടോട്ടൽ ടൈം കിട്ടും. അപ്പോൾ 80 ഡിവൈഡ് ബൈ 15 5 വെച്ച് വെട്ടുമ്പോൾ എത്ര കിട്ടും? സ്ഥലമില്ലല്ലോ. 1 16/3 എന്നാണ് കിട്ടുന്നത്. ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി ഒന്ന് എഴുതിയേ. 5 1/3 എന്നല്ലേ? 5 1/3 അവർ എന്നാണ് കിട്ടുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 10 മണി കഴിഞ്ഞിട്ട് എന്താണ്? 10 മണി കഴിഞ്ഞിട്ട് 5 1/3 അവറും കൂടെ എടുക്കും. 10 മണി കഴിഞ്ഞിട്ട് 5 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്ര? 3 മണിയായില്ലേ? 3 മണി എന്ന് പറഞ്ഞാൽ 12 വരെ 2 മണിക്കൂർ, പിന്നെ 2 വരെ 2 മണിക്കൂർ 4 ആയി, പിന്നെ 3 ആയി, പിന്നെ 1 മണിക്കൂർ ആകുമ്പോൾ 3 മണിക്കൂർ. ഇനി അടുത്ത് 3 മണിയാവും. പിന്നെ ഇനി 3 മണി വെച്ചിട്ടുള്ളത് നോക്കിയേ. ഇത് തന്നെ 3 മണി വെച്ച് നോക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടി 3:20 ആണ്. ഇനി അല്ലാതെ ഒന്ന് നോക്കിക്കേ. ഈ 1/3 എന്ന് പറഞ്ഞാൽ 1/3 മിനിറ്റ് അവറാണ്. 1/3 അവറിനെ മിനിറ്റിലോട്ടൊക്കെ എന്തിനാണ്? 1/3 × 60 20. അങ്ങനെയാണ് 320 എന്ന് കിട്ടിയത്. നിങ്ങൾ 3 എന്ന് കിട്ടുമ്പോഴേ ആൻസർ മാർക്ക് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി. കാരണം ബാക്കി നമ്മൾ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് കാര്യം മനസ്സിലായി, അതാണ് ആൻസർ വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയായിരുന്നു. ആദ്യമേ ഏരിയയും ബീരും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയാണ്. ഏരിയയും ബീരും ടോട്ടൽ വർക്ക് കണ്ടുപിടിച്ചു, പിന്നെ എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് പിന്നെ എന്താണ്? 6 മണി തൊട്ട് 8 മണി വരെ എ ആണ് വർക്ക് ചെയ്തത്. അയാളുടെ എഫിഷ്യൻസി 8 ആണ്. 8 × 2 16. ഇനി 8 AM ഓപ്പൺ ചെയ്തു. 10 AM വരെ ആരുണ്ടായിരുന്നു? എ പ്ലസ് ബി ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ തമ്മിലെ വർക്ക് എത്രയാണ്? 12 എന്ന് പറഞ്ഞാൽ 8 + 4 ആണ് അവരുടെ എഫിഷ്യൻസി. അപ്പോൾ 12 × 2 24. അപ്പം 40 യൂണിറ്റ് വർക്ക് അവർ ചെയ്തു. മൊത്തത്തിൽ 40 യൂണിറ്റ് ഉള്ള വെള്ളം അവർ നിറച്ചു. പിന്നെ ഇനി എന്താണ്? 40ൻ്റെ ബാക്കി 120 നിന്ന് 40 കുറയ്ക്കുക. അപ്പോൾ 80 അല്ലേ? 80 യൂണിറ്റ് വാട്ടർ ഇനി ആരാ നിറയ്ക്കേണ്ടത്? എയും ബിയും സിയും കൂടെയാണ്. അപ്പോൾ അവരുടെ എഫിഷ്യൻസി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. ടൈം എന്ന് പറഞ്ഞാൽ 16/3 എന്ന് കിട്ടി. നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 മണിക്കൂറും 5 1/3 മണിക്കൂർ എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 5 മണിക്കൂറും 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ആ ടാങ്ക് ഫുള്ളാവും. അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 tap can fill a tank in 3 hours and a leak can empty it in 5 hours. If the tap and the leakൻ്റെ ഒരു കേസും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ എഫിഷ്യൻസിയുടെ പകുതി മാത്രമേ അത് ലീക്കാക്കി കളയുള്ളൂ. അത് എപ്പോഴും ഓർക്കുക. ഹാഫ് ക്ലോസ്ഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടെ യൂസ് ചെയ്യണം. വെയർ ലെഫ്റ്റ് ഓപ്പൺ ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ ടാങ്ക് ടു ഫിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ്? 2 പൈപ്പുണ്ട്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുന്ന പൈപ്പാണ്, അതേപോലെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ലീക്ക് ചെയ്യുന്ന പൈപ്പാണ്. അപ്പോൾ ആദ്യമേ ഫില്ല് ചെയ്യുന്ന പൈപ്പും ലീക്ക് ചെയ്യുന്ന പൈപ്പും. ഫില്ല് ചെയ്യുന്ന പൈപ്പ് 3 അവർ കൊണ്ടാണ്. ലീക്ക് ചെയ്യുന്ന എംറ്റി ചെയ്യുന്ന എത്രയാണ്? -5 എന്ന് എഴുതുക. എംറ്റി ചെയ്യുന്ന എപ്പോഴും മൈനസിൻ്റെ ടേംസിൽ വേണം എഴുതാൻ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 15 യൂണിറ്റ് വർക്കല്ലേ ചെയ്യുന്നത്. 3 ഉം 5 ഉം എന്ന് പറഞ്ഞാൽ 15 ആണ് ആ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. അപ്പോൾ 15. അപ്പോൾ ഇവിടെ എത്ര യൂണിറ്റാണ് അവർ നിറയ്ക്കുന്നത്? 5 യൂണിറ്റ് നിറയ്ക്കും. ഇവിടെ ആണെങ്കിൽ 3 യൂണിറ്റ് കളയും.
അപ്പോൾ ഇതെല്ലാം അവറിൻ്റെ കേസിലാണ്. 1 മണിക്കൂർ കൊണ്ട് നടക്കുന്നതാണ്. 1 മണിക്കൂർ കൊണ്ട് 3 യൂണിറ്റ് കളയും, 1 മണിക്കൂർ കൊണ്ട് 5 യൂണിറ്റ് കളയും, 5 യൂണിറ്റ് ഫില്ല് ചെയ്യും. ഇനി ഇഫ് ദ ടാപ്പ് ആൻഡ് ദ ലീക്ക് വേർ ലെഫ്റ്റ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ലീക്കും ടാപ്പും ലെഫ്റ്റ് ഓപ്പൺ എന്ന് വെച്ചാൽ അത് ഓപ്പൺ ആക്കി വെച്ചേക്കുവാണ്. ഹൗ ലോങ് വിൽ ടേക്ക് ടു ഫില്ല് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുവാണ്. അപ്പോൾ 1 മണിക്കൂർ തന്നെ ഇവർ എത്ര വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ -3 നമ്മൾ എടുക്കാൻ പാടില്ല. എഫിഷ്യൻസി ഹാഫ് ഫില്ലെന്നല്ലേ, ഹാഫ് ക്ലോസ്ഡ് അല്ലേ. ഹാഫ് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ -3 അല്ല, -1.5. 3 എഫിഷ്യൻസി വരത്തില്ല, 1.5 ആണ് എഫിഷ്യൻസി വരുന്നത്. കാരണം ഹാഫ് ക്ലോസ് ചെയ്ത് വെച്ചേക്കണം, അവർക്ക് പകുതി വർക്കേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 0.5. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഇവർ 5 ഫുള്ളാക്കും. അതേ സമയത്ത് തന്നെ ഇയാൾ 1.5 പുറത്ത് കളയും. അപ്പോൾ മൊത്തത്തിൽ 3.5 വാട്ടറാണ് അകത്തോട്ട് കയറുന്നത് 1 മണിക്കൂർ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ 15 ഫില്ല് ചെയ്യാൻ എന്തോ ചെയ്യണം? 15 ഡിവൈഡ് ബൈ 3.5. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ടൈം കിട്ടും അല്ലേ. ടോട്ടൽ എത്രയാണോ ഫില്ല് ചെയ്യേണ്ടത് അതേ ഡിവൈഡ് ബൈ ആ എഫിഷ്യൻസി ചെയ്യുക. 15 ഡിവൈഡ് ബൈ 3 പോയിന്റ് മാറ്റാൻ വേണ്ടി എന്തോ ഇവിടെ ഒരു 10, ഇവിടെ 35 ആവും. ഡിനോമിനേറ്റർ പോയിന്റ് ഒന്ന് എന്ത് ചെയ്യണം? പോയിന്റ് മാറ്റണം. അപ്പോൾ ഇവിടെ × 10, ഇവിടെ × 10. 10 ചെയ്യുമ്പോൾ 35 എന്നാവും. ഇനി ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 7 ആണ് വരുന്നത്. 30 ഡിവൈഡ് ബൈ 7 ആണ് വരുന്നത്. നമ്മളിതിനെ മൈൻഡിൽ തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കാം. മൈൻഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ 28 എന്നല്ലേ വരുന്നത്. 4s are 28, പിന്നെ ബാക്കി എന്തോ 27. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് സാധാരണ ഒരു ക്വസ്റ്റ്യൻ തന്നെ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഈ ഒരു ട്വിസ്റ്റ് മാത്രമേ ഉള്ളൂ ഹാഫ് ക്ലോസ്ഡിൻ്റെ കേസ്. ഹാഫ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ പകുതി എഫിഷ്യൻസി അവർ പുറത്ത് കളയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇത്ര അവറാണ്, യൂണിറ്റ് ഞാൻ ഇട്ടിട്ടില്ല, അവറാണ് അവർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. പൈപ്സ് എ ആൻഡ് ബി ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ. അപ്പോൾ എ ആണെങ്കിൽ 16 അവർ എടുക്കുന്നു എന്ന് വെച്ചാൽ വായിക്കുമ്പോൾ തന്നെ കൂടെ അങ്ങ് എഴുതിക്കോ. വെറുതെ വായിച്ചു കഴിഞ്ഞ് പിന്നെ എഴുതാൻ നിൽക്കുകയൊന്നും വേണ്ട. സി ആണെങ്കിൽ സി ക്യാൻ എംപ്റ്റി ദ ടാങ്ക് ഇൻ x hours എന്ന് പറഞ്ഞാൽ -x. ഓൾ ദ പൈപ്സ് ആർ ഓപ്പൺ അറ്റ് 10:30 ആയപ്പോൾ എല്ലാ പൈപ്പും ഓപ്പൺ ചെയ്തു. ബട്ട് സി വാസ് ക്ലോസ്ഡ് അറ്റ് 2:30 PM. പക്ഷേ ഒരു എത്ര മണിക്കൂർ കഴിഞ്ഞു? 4 മണിക്കൂർ കഴിഞ്ഞു. എയും ബിയും സിയും 4 മണിക്കൂർ വർക്ക് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് 2:30 ആയപ്പോൾ എന്തോ ചെയ്ത്? ആ സീനെ അങ്ങ് ഓപ്പൺ ചെയ്തു. പിന്നെ വർക്ക് ചെയ്ത ആരാണ്? എയും ബിയും ആണ് വർക്ക് ചെയ്തത്. അപ്പോൾ വാട്ട് ഈസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മളിപ്പോൾ കിട്ടിയത് ഇത്രയല്ലേ, ഈ 2 വാല്യൂ മാത്രമേ നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മളൊരു LCM കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ വർക്ക് അങ്ങ് കിട്ടും. 16ൻ്റെ 24ൻ്റെ LCM എത്രയാണ്? 96 അല്ലേ? നോക്കിക്കേ, 16, 24, 8 വെച്ച് തന്നെ ചെയ്യാം. 8 വെച്ചാകുമ്പോൾ 2, 2, 3, 6, 8, 48. അല്ല സോറി, 96 അല്ല, 48 എടുത്താലും മതി. 48 വരുന്നത്. 48. അപ്പോൾ 3 യൂണിറ്റ് ആണ്. ഇവിടെയാണെങ്കിൽ എത്രയാണ്? 2 യൂണിറ്റ് നിറയ്ക്കുന്നു. ഇവിടുത്തെ നമുക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്കിനി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒന്നൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. 2:30 തൊട്ട് 8:30 വരെ ആര് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്? എയും ബിയും മാത്രമല്ലേ വർക്ക് ചെയ്യുന്നത്? ഒന്ന് നോക്കിക്കേ. 2:30 തൊട്ട് 8:30 വരെ എയും ബിയും മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. 2:30 തൊട്ട് 8:30 വരെ എത്ര മണിക്കൂറുണ്ട്? 6 മണിക്കൂറില്ലേ? 6 മണിക്കൂർ ആരാണ്? എയും ബിയും ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എയും ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 5 എന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ 5 യൂണിറ്റ് നിറയ്ക്കും. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് 1 മണിക്കൂറിൽ നിറയ്ക്കും, 2 യൂണിറ്റ് 1 മണിക്കൂറിൽ നിറയ്ക്കും. അപ്പോൾ ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നു വിട്ടാൽ 1 മണിക്കൂറിൽ 5 യൂണിറ്റ് നിറയ്ക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂറിൽ എത്ര യൂണിറ്റ് നിറയ്ക്കും? 6 × 5 30 അല്ലേ? 30 യൂണിറ്റ് ആണ് അവർ എത്ര? 2:30 തൊട്ട് 8:30 വരെ 30 യൂണിറ്റ് അവർ നിറച്ചു. മനസ്സിലായോ? 2:30 തൊട്ട് 8:30 വരെ 30 യൂണിറ്റ് നിറച്ചു. ഇനിയാണെങ്കിൽ ഒരു 18 യൂണിറ്റും കൂടെ അല്ലേ ബാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ 48 അല്ലേ ടോട്ടൽ ചെയ്യേണ്ടത്. അതിൽ 18 യൂണിറ്റ് ബാക്കിയുണ്ട്. 18 യൂണിറ്റ് ആരാണ് ചെയ്യുന്നത്? 18 യൂണിറ്റ് എയും ബിയും സിയും കൂടെ ചേർന്നാണ് ചെയ്യുന്നത്. അത് സ്ഥലമില്ലല്ലോ. 18 യൂണിറ്റ് എയും ബിയും
സിയും കൂടെ ഉള്ള എഫിഷ്യൻസി ചേരുമ്പോഴാണ് 18 യൂണിറ്റ് ചെയ്യുന്നത്. ആ 18 യൂണിറ്റ് എത്ര മണിക്കൂർ കൊണ്ടാണ് ചെയ്യുന്നത്? 10:30 തൊട്ട് എത്ര 2:30 വരെയല്ലേ ചെയ്യുന്നത്? 11:30, 12:30, 1:30, 2:30, 4 മണിക്കൂറല്ലേ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? A + B + C × 4 = 18 എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതാണ് 18. A + C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 അല്ലേ? 5 + C എന്ന് പറയുന്നതാണ് 5 + C × 4 ആണ് 18 എന്ന് പറഞ്ഞാൽ 5 + C 18 / 4 എന്ന് പറഞ്ഞാൽ 9.5 അല്ലേ വരുന്നത്? 9.5 എന്ന് വരും. C = എത്ര വരും? C = എത്ര? 9 വരും. 9/2 9.5 4.5 4.5 എന്ന് വരും. എന്നിട്ട് C എന്ന് പറയുന്നത് C = എത്ര വരും? നെഗറ്റീവ് വാല്യൂ അല്ലേ വരുന്നത്? സ്ഥലമില്ല. C = -5 + 4.5 എന്ന് വരും. എന്ന് പറയുമ്പോൾ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അത് കളയുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ 0.5 യൂണിറ്റ് ആണ്. പക്ഷേ ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമയമാണ്. സമയം എങ്ങനെ കണ്ടുപിടിക്കും? സമയം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 0.5 ആണ്. അപ്പോൾ 18 അല്ലേ നമ്മൾ നിറയ്ക്കേണ്ടത്? 18 / 0.5 ചെയ്യുക എന്ന് പറഞ്ഞാൽ 18 ആണ് നിറയ്ക്കേണ്ടത്. 18 അല്ല 48 ആണ് മൊത്തത്തിൽ നിറയ്ക്കേണ്ടത്. 48നെ / 0.5 ചെയ്യുക. 48 / 0.5നെ നമുക്ക് 1/2 എന്ന് എഴുതി കൂടെ? 1/2. ഈ 2 അങ്ങ് മുകളിൽ പോകുമ്പോൾ 48 × 2 96 ആണ് നമുക്ക് സി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം, ഇവിടെ തൊട്ടൊന്നും കൂടെ പറയാം. സീൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് മനസ്സിലായല്ലോ? -0.5 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി ചെയ്യേണ്ടത് ഈ 0.5 ആണ് അതിൻ്റെ എഫിഷ്യൻസി. നമ്മൾ ഇവിടുത്തെ ഈ വാല്യൂസൊക്കെ എന്താണ്? ബി ഒറ്റയ്ക്ക് ഈ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുത്തതാണ് 24 അവർ. അതേപോലെ എ ഒറ്റയ്ക്ക് എടുത്തതാണ് 16 അവർ. അതേപോലെ സി ഒറ്റയ്ക്ക് ഈ ഫുൾ ടാങ്കിനെ ലീക്ക് ആക്കാൻ എടുത്തതാണ് എക്സ്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 0.5 ലീക്കാക്കും. അങ്ങനെയാണെങ്കിൽ 48നെയും ലീക്കാക്കി നമുക്ക് കളയണം. അങ്ങനെയാണെങ്കിൽ 48 / 0.5 എന്ന് പറഞ്ഞാൽ 96 ആണ് വരുന്നത്. ഒന്നും കൂടെ പറഞ്ഞുതരാം. വാല്യൂസ് എല്ലാം എടുത്തെഴുതുക. പിന്നെ ഉള്ള വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ എത്രയാണ് കപ്പാസിറ്റി എന്ന് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് 48 എന്ന് കിട്ടി. അവിടെ നിന്ന് നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. എഫിഷ്യൻസി വെച്ചിട്ട് തന്നെ ഈ എയും ബിയും മാത്രമാണ് 2:30 തൊട്ട് 8:30 വരെ എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ അവർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് 6 × 5 ചെയ്യുമ്പോൾ നമുക്ക് 30 യൂണിറ്റ് വർക്ക് ഓൾറെഡി അവർ ചെയ്തു. ഇനി ബാക്കി 18 യൂണിറ്റാണ് ചെയ്തത്. ആ 18 യൂണിറ്റ് 6 മണിക്കൂർ ഇവിടെ ഈ 2:30 തൊട്ട് 18 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10:30 തൊട്ട് 2:30 വരെയാണ് ചെയ്തത്. 10:30 തൊട്ട് 2:30 എന്ന് പറയുമ്പോൾ എത്ര? 4 മണിക്കൂറില്ലേ? ഈ 4 മണിക്കൂർ കൊണ്ടാണ് ഇവർ 18 യൂണിറ്റ് ഫില്ല് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, 18 × 3 ആൾക്കാരുടെയും എഫിഷ്യൻസി എടുക്കണ്ടേ? എയുടെയും ബിയുടെയും എഫിഷ്യൻസി നമുക്കറിയാം 5 ആണെന്ന്. 5 + C × 4 = 18. അവിടെ നിന്ന് സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടുന്നേ? 4.-5 എന്ന് വരും. എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ആ വാല്യൂ കിടക്കുന്നത്. -0.5 എന്ന് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എഫിഷ്യൻസിയാണ് ഈ കിട്ടിയേക്കുന്നത്. എഫിഷ്യൻസിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സമയം എത്ര അവർ എടുക്കുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 48 / ടോട്ടൽ വെച്ചിട്ട് വേണം ഇവിടുത്തെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ. കാരണം ഇവിടെ എല്ലാം ടോട്ടൽ എന്ന് വെച്ചാൽ ഇവർ ഒറ്റയ്ക്ക് എത്ര വർക്ക് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കുന്നത്. 48 / 0.5 എന്ന് പറഞ്ഞാൽ 96. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതങ്ങ് നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ച് വെച്ചേക്കണം. ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. അല്ലെങ്കിൽ നമ്മൾക്ക് കൺവെൻഷണൽ മെത്തേഡിലാകുമ്പോൾ നമുക്ക് 1/8 + d + 1/d = 1/18 + d എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് ഇക്വേഷൻസ് ഒക്കെ കണ്ടുപിടിച്ച് ഡി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അങ്ങനെ സോൾവ് ചെയ്ത് ഒരുപാട് സ്റ്റെപ്പ് എഴുതി പോവേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഈ ഒരു മെത്തേഡ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ആദ്യത്തെ എന്താണ്? എ ആൻഡ് ബി വർക്കിംഗ് ടുഗെദർ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ d days. അപ്പോൾ എയും ബിയും കൂടെ d days കംപ്ലീറ്റ് ചെയ്യും.
അങ്ങനെയാണെങ്കിൽ വർക്കിംഗ് അലോൺ എ ആണെങ്കിൽ 8+D ഡേയിൽ കംപ്ലീറ്റ് ചെയ്യും, ബി ആണെങ്കിൽ 18+D ഡേയിൽ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ വർക്ക് ഫോർ 4 days, ദ റിമൈനിങ് വർക്ക് ഈസ് കംപ്ലീറ്റഡ് ബൈ ബി അലോൺ. ഇവിടെ ഡിയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മെത്തേഡ് ആയിരുന്നെങ്കിൽ, അല്ലാതെ കൺവെൻഷണൽ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? 1/8+D + 1/18+D = 1/D എന്ന് എഴുതിയിട്ട് പിന്നെ ഡിയുടെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ ചെയ്യുന്നില്ലേ. അതിനെക്കാട്ടി നമ്മൾ എന്ത് ചെയ്യുക? ഡി ഇങ്ങനെ ഒരു കേസിൽ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഈ തന്നേക്കുന്ന ഡിജിറ്റ്സിൻ്റെ എല്ലാം റൂട്ട് കണ്ടുപിടിക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2, ഇവിടെ ഒരു 2 9 വരും. ഇതിനെങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 2 × 2 × 2, ഇത് 9 × 2 എന്ന് എഴുതി കൂടെ. ഈ 2 കൂടെ ചേർന്ന് വെളിയിൽ ഒരു 2 വന്നു, ഈ 2 കൂടെ ചേർന്ന് വെളിയിൽ അടുത്ത 2 വന്നു. ഈ 9ൻ്റെ റൂട്ട് എത്രയാണ്? 3. അപ്പോൾ എത്രയാണ് ആൻസർ? 12 ആണ് ഡിയുടെ ആൻസർ. എന്ത് പെട്ടെന്ന് കിട്ടിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്ത് ഒരു സമയം എടുക്കും. അപ്പോൾ ഡിയുടെ വാല്യൂ എത്രയാണ്? 12 days ആണ്. ഇനി ഓരോന്നിൻ്റെ വാല്യൂസും കണ്ടുപിടിച്ചാൽ മതി. എയുടെ വാല്യൂ അപ്പോൾ 8+D എന്നല്ലേ തന്നേക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 + 8 20 ഡേ. ഇനി അടുത്ത ബിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 18 + 12 എത്രയാണ് വരുന്നത്? 30. 18 + 12 30. ഇനി നമ്മൾ സാധാരണ പോലെ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ എഫിഷ്യൻസി എത്ര വരുന്നത്? ടോട്ടൽ വർക്ക് എത്ര വരും? 30ഉം 20ഉം അല്ലേ? അപ്പോൾ എത്രയാണ്? 60ആണ് നമുക്ക് LCM ആയിട്ട് കിട്ടുന്നത്. 60 ആകുമ്പോൾ ഇവിടുത്തെ യൂണിറ്റും ഇവിടുത്തെ എഫിഷ്യൻസിയും കണ്ടുപിടിക്കുക. ഇവിടുത്തെ എഫിഷ്യൻസി 3 ആണ്, എയുടെ എഫിഷ്യൻസി 3ഉം ബിയുടെ എഫിഷ്യൻസി 2ഉം കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതങ്ങ് ചെയ്താൽ മതി. എ വർക്ക് ഫോർ 4 days. എ 4 ദിവസം വർക്ക് ചെയ്തു. ഒരു ദിവസം ഇതിൽ ഡേയ്സിലല്ലേ തന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 3 യൂണിറ്റ് ഒരു ഡേയിൽ ചെയ്യും. അതേപോലെ 2 യൂണിറ്റ് ബി ഒരു ഡേയിൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ 4 ദിവസമല്ലേ ചെയ്തേക്കുന്നത്. എ 4 ദിവസം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ഒരു ദിവസം ചെയ്യും. 4 ദിവസം ആകുമ്പോൾ 3 × 4 12 യൂണിറ്റ് അവർ ഓൾറെഡി ചെയ്തു. എ 12 യൂണിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് വേണം ബി ചെയ്യാൻ. 60 - 12 എത്രയാണ്? 48 അല്ലേ? അപ്പോൾ 48 യൂണിറ്റ് ആണ് ഇനി ബി ചെയ്യാനുള്ളത്. ബി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 48 / എത്രയാണ്? /2 എത്ര? 24 ആൻസർ വരുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ആൻസർ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊരു എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മിക്കുള്ള ക്വസ്റ്റ്യൻസിൽ ഇത് ചോദിക്കുക, എക്സാംസിന് ചോദിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡി ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മളിത് ചെയ്യത്തില്ല, വിട്ടങ്ങ് പോവും. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡി കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആ തന്നേക്കുന്ന ഡി ഒഴിച്ച് ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങ് റൂട്ട് എടുക്കുക. റൂട്ടിൻ്റെ വാല്യൂ കിട്ടുന്നതാണ് ഡിയുടെ വാല്യൂ കിട്ടിയാൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സാധാരണ പോലെ അങ്ങ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളിന്ന് പഠിപ്പിച്ച എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഷോർട്ട് കട്ട്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുക.